ഇടുക്കി ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പിന്റെ ഭൂമിയിൽ വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ചാണ് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചത്. ചിന്നക്കനാൽ വില്ലേജിൽ വനം വകുപ്പിന് ഭൂമിയില്ലെന്നാണ് റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നത്. വനമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറയുന്നു. ചിന്നക്കനാൽ വില്ലേജിൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി കയ്യേറിയാണ് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതെന്നാണ് ആരോപണം. സിമന്റ് പാലത്തിന് സമീപം ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ച ശേഷമാണ് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചത്. വർഷങ്ങളായി പ്രദേശവാസികൾ ഉപയോഗിച്ചു വന്നിരുന്ന റോഡാണ് വനം വകുപ്പ് കെട്ടിയടച്ചത്. വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പഴയ കാലത്ത് 1948 കാലത്തുണ്ടായ ഒരു റോഡാണെന്ന് ഫോറസ്റ്റുകാർ ഇത് അടച്ചു വെച്ചിരിക്കുന്നത്. ഫോറസ്റ്റുകാർ ജനങ്ങളെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് മാറുന്നത്. സോളാർ പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് പോലും ഫോറസ്റ്റുകാർ അത് അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ കൃഷിമേഖല നശിപ്പിക്കുവാനായിട്ട് മൃഗങ്ങളെ ഇറക്കി വിട്ട് കൃഷി നശിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഫോറസ്റ്റ് ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ചിന്നക്കനാൽ വില്ലേജിൽ വനം വകുപ്പിന് ഭൂമി ഇല്ലെന്നാണ് റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നത്. ബേസിക് ടാക്സ് രജിസ്റ്ററിൽ വനം വകുപ്പിന് ഭൂമി ഇല്ലാത്ത വില്ലേജാണ് ചിന്നക്കനാൽ. എന്നാൽ വനം വകുപ്പ് കൈവശം വെച്ചിരുന്ന ഭൂമിയാണിതെന്ന് വനം വകുപ്പ് അധികൃതർ വാദിക്കുന്നു. മുൻപ് ഇവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡ് കാട്ടാന നശിപ്പിച്ചതിനാൽ പുതിയ ബോർഡ് സ്ഥാപിച്ചതാണെന്നും വനം വകുപ്പ് ദേവികുളം റേഞ്ച് ഓഫീസർ അറിയിച്ചു. വനം വകുപ്പ് ജണ്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ബോർഡ് സ്ഥാപിച്ചതെന്നും അധികൃതർ പറയുന്നുണ്ട്. 2019 ആനയിറങ്കൽ ജലാശയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1252 ഹെക്ടറിൽ പുതിയ ദേശീയോദ്യാനം സ്ഥാപിക്കുന്നതിന് വനം വകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ കൈവശമുണ്ടായിരുന്നതും പാട്ടകാലാവധി അവസാനിച്ചതുമായ ഭൂമി ഉൾപ്പെടെയാണ് ദേശീയോദ്യാനത്തിനായി വനം വകുപ്പ് കണ്ടെത്തിയത്. ബ്ലോക്ക് 7-ലെ 83.32 ഹെക്ടർ ഭൂമിയും ബ്ലോക്ക് 8-ലെ 281.57 ഹെക്ടർ ഭൂമിയും ഉൾപ്പെടുന്ന സ്ഥലമാണ് HNLന് പാട്ടത്തിന് നൽകിയിരുന്നത്. പാട്ടകാലാവധി അവസാനിച്ചതിനാൽ ഭൂമി തിരികെ ഏറ്റെടുത്തെന്നാണ് വനം വകുപ്പിന്റെ വാദം. എന്നാൽ പുതിയ ദേശീയോദ്യാനം കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ ഒപ്പുശേഖരം നടത്തി കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യുമെന്ന് സിംഗകണ്ഠം നിവാസികൾ പറയുന്നു. SC/ST കമ്മീഷന്റെ 2 ഉത്തരവുകൾ നിലവിലുണ്ട്. ഈ ഭൂമി ഇത്ര ദിവസവും തിരിച്ചു കൊടുക്കണമെന്ന്. അതിന് പ്രധാനമായിട്ട് ഇവിടെ എതിര് നിൽക്കുന്ന വനംവകുപ്പും റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുമാണ്. ആ നടപടിയെ സംബന്ധിച്ച് നിലവിൽ ഹൈക്കോടതി കേസുണ്ട്. ആവശ്യമെന്ന് കണ്ടാൽ പൊതുതാൽപര്യ ഹർജിയായിട്ട് ഞങ്ങൾ ഇപ്പോൾ 1000-ന് മുകളിൽ ആളുകളുടെ ഒപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഒരു പൊതുതാൽപര്യ ഹർജിയായിട്ട് ഞങ്ങളും കോടതിയെ സമീപിക്കും. ബോർഡ് സ്ഥാപിച്ചതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഈ ബോർഡ് സ്ഥാപിച്ചതിലും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള റവന്യൂ അല്ലാതെ ഫോറസ്റ്റ് അധികൃതർ നേരെ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പോരാട്ടം നേരിടാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം വനം വകുപ്പിന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കനാൽ വില്ലേജ് അധികൃതർ വനം വകുപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.